ദുരന്ത നിവാരണ ഫണ്ടിലെ തുകയുടെ വിനിയോഗം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് കോടതി നിർദ്ദേശം നൽകിയത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട SDRF തുകയുടെ വിനിയോഗം, വയനാടിന് അധികമായി വേണ്ട തുക എന്നിവ ഉൾപ്പെടുത്തി വേണം റിപ്പോർട്ട് സമർപ്പിക്കാൻ. കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ സഹായം ആവശ്യപ്പെടണമെങ്കിൽ ഫണ്ടിൽ വ്യക്തത വരുത്തണമെന്നും വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ മധ്യസ്ഥം വഹിക്കാൻ തയ്യാറെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മണ്ണാർക്കാട് തച്ചമ്പാറയിൽ ലോറി പാഞ്ഞു കയറി 4 വിദ്യാർത്ഥികൾ മരിച്ചു. കരിമ്പ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന, മിത, ദിയ, ആയിഷ എന്നിവരാണ് മരിച്ചത്. സിമന്റ് ചാക്കുകളുമായി വന്ന ലോറി നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്ന കുട്ടികളുടെ ഇടയിലേക്ക് പാഞ്ഞുകയറി. പരീക്ഷ കഴിഞ്ഞ് ബസ് കാത്തു നിന്നിരുന്ന കുട്ടികളുടെ ഇടയിലേക്കാണ് അതിവേഗത്തിൽ വന്ന ലോറി പാഞ്ഞുകയറിയത്. കുട്ടികളുടെ ദേഹത്തേക്ക് മറിഞ്ഞ ലോറി ഉയർത്തി. സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം. നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം അറിയിച്ചു. മുല്ലപ്പെരിയാർ ചർച്ചാ വിഷയമാകാതെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെയും പിണറായി വിജയന്റെയും കൂടിക്കാഴ്ച പൂർത്തിയായി. കൂടിക്കാഴ്ചയിൽ മന്ത്രി VN വാസവനും തമിഴ്നാട് മന്ത്രി ദുരൈമുരുകനും പങ്കെടുത്തു. വൈക്കം വലിയ കവലയിൽ തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകത്തിന്റെ ഉദ്ഘാടനം ചെയ്യാനാണ് സ്റ്റാലിൻ കോട്ടയത്തെത്തിയത്. 15 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ മുല്ലപ്പെരിയാർ ചർച്ചാ വിഷയമാകാതെ പോയി. വഞ്ചിയൂർ ജംഗ്ഷനിൽ പൊതുവഴി തടഞ്ഞ് CPIM പാളയം ഏരിയ സമ്മേളനം നടത്തിയതിൽ പോലീസിനെ വിമർശിച്ച് ഹൈക്കോടതി. ജനറൽ ആശുപത്രിയിലേക്ക് അടക്കമുള്ളതാണ് ഈ വഴി. സ്റ്റേജിലിരുന്നവർക്കെതിരെ എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ലെന്നും പോലീസ് സ്റ്റേഷന് മുന്നിൽ പന്തലിട്ടിട്ട് എന്ത് ചെയ്തു എന്നും വഞ്ചിയൂർ CIയോട് കോടതി ചോദിച്ചു. സ്റ്റേജിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തി അവർക്കെതിരെ എന്ത് നടപടി എടുത്തു എന്നും DGPയെ അറിയിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഇതോടെ സ്റ്റേജിൽ ഉണ്ടായിരുന്നവരെ പ്രതി ചേർത്ത് പോലീസിന് അടിയന്തരമായി കേസെടുക്കേണ്ടി വരും. ലോക്സഭ, നിയമസഭ, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ബില്ല് എത്രയും വേഗം ഇപ്പോൾ നടക്കുന്ന പാർലമെന്റിൽ അവതരിപ്പിക്കും. 2014 മുതൽ BJPയുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. വിമതർ ഭരണം പിടിച്ച സിറിയയുടെ 70 മുതൽ 80% വരെ സൈനിക സംവിധാനങ്ങളും തകർത്തതായി ഇസ്രായേൽ. തന്ത്രപ്രധാനമായ സൈനിക സംവിധാനങ്ങളിൽ ഭൂരിഭാഗവും തങ്ങൾ തകർത്തെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന. ബാഷർ അൽ അസദിന്റെ 24 വർഷത്തെ ഭരണം അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ സിറിയക്കെതിരെ ആക്രമണം ആരംഭിച്ചത്. 48 മണിക്കൂറിനിടെ 400-ലേറെ ആക്രമണങ്ങളാണ് ഇസ്രായേൽ സിറിയയിൽ നടത്തിയത്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ കോടതിയലക്ഷ്യ ഹർജിയിൽ മുൻ DGP R ശ്രീലേഖയ്ക്ക് നോട്ടീസ്. പ്രതിയായ ദിലീപിനെതിരെ തെളിവില്ലെന്ന് ശ്രീലേഖ പ്രതികരിച്ചിരുന്നു. അതേസമയം തുറന്ന കോടതിയിൽ അന്തിമവാദം നടത്തണമെന്ന നടിയുടെ ഹർജി നാളെ പരിഗണിക്കും. വിചാരണയുടെ വിവരങ്ങൾ പുറം ലോകം അറിയുന്നതിൽ എതിർപ്പില്ലെന്നും വിചാരണയുടെ യഥാർത്ഥ വശങ്ങൾ പുറത്തുവരാൻ തുറന്ന കോടതിയിൽ അന്തിമവാദം നടത്തണമെന്നും നടി ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്തവരുടെ പരാതികളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ അവസാനിപ്പിക്കും. ഹേമ കമ്മിറ്റി മൊഴികളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണത്തിനെതിരായ ഹർജികളിൽ വിശദമായ വാദം ഡിസംബർ 19 കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിലും അന്ന് തീരുമാനമെടുക്കാമെന്ന് ബെഞ്ച് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ കാർ വാനുമായി കൂട്ടിയിടിച്ച് തിരുവല്ല സ്വദേശികളായ 3 മലയാളികൾ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിരുവല്ലയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന കാർ പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന കൊറിയർ വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ മധുക്കരയിൽ LNT ബൈപ്പാസിൽ വെച്ചായിരുന്നു സംഭവം നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ലോറി ഡ്രൈവറുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. ഓസ്ട്രേലിയക്കെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഓപ്പണറായി മടങ്ങിയെത്തുമെന്ന് സൂചന. ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ രോഹിത് ഓപ്പണർ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ KL രാഹുൽ വീണ്ടും 6ാം നമ്പറിലേക്ക് മാറും. അതേസമയം അഡ്ലൈഡ് ടെസ്റ്റിനിടെ പരിക്കേറ്റുവെന്ന റിപ്പോർട്ടുകൾക്കിടെ പേസർ ബുംറ നെറ്റ്സിൽ പന്തെറിയാനെത്തിയത് ഇന്ത്യക്ക് ആശ്വാസമാകും.